CBU റൂട്ടിലൂടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഫോക്സ് വാഗൻ്റെ ഒരു സ്പോർട്ടിയർ പ്രീമിയം മോഡലാണത്. ഞാൻ ആദ്യം ഇതിൻ്റെ ബോണ്ട് വന്നിട്ട് അതിൽ കുറച്ച് ഹിൻഡ് കാണിക്കാം. ഹിൻഡ് കാണിച്ച് നിങ്ങൾക്ക് വണ്ടി ഏതാ മനസ്സിലാവുകൊണ്ട് നോക്കാമല്ലോ. അവസാനം വണ്ടിയുടെ പേരും പറയാം. ഈ ബോണറ്റിൽ ഈ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് വെച്ചേക്കണ പോലെ ഉള്ള ലാച്ച് കണ്ടോ, ഇതൊന്നല്ല രണ്ടെണ്ണം ഉണ്ട്. സ്പീഡിൽ പോകുമ്പോൾ ബോണറ്റ് പൊന്തി പോകാതിരിക്കാൻ വേണ്ടിയുള്ള സേഫസ്റ്റ് മെത്തേഡാണ്. ഇതിൽ ഓപ്പണിങ്ങിൻ്റെ മെക്കാനിസം കണ്ടോ, ഈ ഒരു ലിവറിൽ അത് രണ്ടും അങ്ങ് തുറക്കും ചെയ്യും. അപ്പോൾ എഞ്ചിനെ കുറിച്ച് പറയാം. 2 ലിറ്ററാണത്. 201 BHP, 320 Nm. കൂടാതെ 4 മോഷൻ 4 വീൽ ഡ്രൈവ് ഉണ്ട്. ഓഫ് റോഡ് മോഡ് അടക്കം കുറേയധികം മോഡുകളുണ്ട്. ഇനി ഈ ഒരു ലോഗോ കണ്ടോ, ഇതും ഒരു ഹിൻ്റാണ്. നമ്മളിരിക്കുന്നത് ലിറ്ററിലൊരു കോക്ക്പിറ്റിനകത്താൻ തോന്നും. ഈ AC വെൻ്റ് ഇങ്ങോട്ട് തിരിഞ്ഞേക്കുന്നു, ഈ സ്ക്രീൻ ഇങ്ങോട്ട് തിരിഞ്ഞേക്കുന്നു. ഈ സ്റ്റിയറിങ്ങിന് ഹീറ്റഡ് ഫംഗ്ഷൻ ഉണ്ട്, ടിൽറ്റ് റീച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ ഗിയർ ലിവർ ഇല്ല, ഗിയർ സെലക്ടർ ഇല്ല. ഇത് ഓട്ടോമാറ്റിക്കാണ്. റൈറ്റ് സൈഡിലാണ് ആ ഒരു ഗിയർ സെലക്ടർ. പിന്നെ ഞാനിരിക്കുന്ന സീറ്റ് നോക്കിയേ, നമ്മളിവിടെ കാണുന്ന വണ്ടികൾ കാണുന്ന പോലത്തെ സീറ്റ് അല്ലല്ലോ. നല്ല ബോൾസ്റ്ററിംഗ് ഉള്ള, നല്ല ഇൻസൈഡുള്ള, ഫിക്സഡ് ഹെഡ്രസ്റ്റ് ഉള്ള, സ്പോർട്ടി ആയിട്ടുള്ള റെക്കാരോ സീറ്റ് പോലുള്ളൊരു സീറ്റല്ലേ. പിന്നെ ഈ എലമെൻറ്റുകളൊക്കെ നോക്കിയേ. ഈ പിന്നിലെ സീറ്റും വ്യത്യസ്തമല്ലേ. ഈ വണ്ടി എന്ന് പറയുന്നത് ഫോക്സ് വാഗൺ ടിഗ്വാൻ R-Line. ടിഗ്വാനുമായിട്ട് എന്താ വ്യത്യാസം? കുറച്ചുകൂടി പ്രീമിയമാണ്, സ്പോർട്ടിയാണ്.